വെൽക്കം ഡിയർ ഫ്രണ്ട്സ് ആൻഡ് സ്റ്റുഡൻസ്. കോമേഴ്സ് വേൾഡിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഒന്നാം വർഷ അക്കൗണ്ടൻസി പാഠഭാഗങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ് എന്നുള്ള ഒന്നാമത്തെ പാഠഭാഗത്തിലെ കുറച്ച് ഭാഗങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഒന്നാം വർഷ അക്കൗണ്ടൻസി പാഠഭാഗത്തിലെ ആദ്യത്തെ ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിംഗ് എന്നുള്ളത്. ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് ഒട്ടും പരിചയമില്ലാത്ത പുതുതായി നമ്മൾ കാണുന്ന ഒരു സബ്ജക്റ്റാണ് അക്കൗണ്ടിംഗ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി എന്നറിയപ്പെടുന്നത്. എന്താണ് അക്കൗണ്ടിംഗ്, അക്കൗണ്ടൻസി എന്താണ്, അക്കൗണ്ടൻസിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, എന്തിനെക്കുറിച്ചാണ് നമ്മൾ അക്കൗണ്ടൻസിയിൽ പഠിക്കുന്നത്, എന്തിനാണ് അക്കൗണ്ടൻസി പഠിക്കുന്നത് തുടങ്ങിയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ സ്റ്റേജിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അക്കൗണ്ടൻസി എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുള്ളവരാണ്. തീർച്ചയായിട്ടും ഒരു ബിസിനസ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അവിഭാജ്യ ഘടകമാണ് അക്കൗണ്ടിംഗ് എന്നുള്ളത്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ എല്ലാ കാര്യങ്ങളെയും കൃത്യമായിട്ട് മനസ്സിലാക്കി അതിൻ്റെ ടോട്ടൽ റിസൾട്ടിനെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് ആക്ച്വലി അക്കൗണ്ടിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ടിംഗ് എന്നുള്ളത് ഇസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം ദാറ്റ് റിസീവ് ഡാറ്റ ഇൻപുട്സ്, പ്രോസസ് ദ സെയിം ആൻഡ് ഗീവ് ഇറ്റ്സ് ഔട്ട്പുട്ട്. അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത് ഇസ് ആൻ ഇൻഫർമേഷൻ സിസ്റ്റം ദാറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം റിസീവ് ഡാറ്റ ആസ് ഇൻപുട്സ് ആൻഡ് പ്രോസസ് ദ ഡാറ്റ ആൻഡ് റിപ്ലൈ ഓർ ഗീവ് ദ ഔട്ട്പുട്ട് ടു ദി യൂസേഴ്സ്. നമ്മൾ ഒരു ഇൻഫർമേഷൻ സിസ്റ്റമായിട്ടാണ് ഇവിടെ അക്കൗണ്ടിങ്ങിനെ പരിഗണിക്കുന്നത്. ദാറ്റ് ഇൻഫർമേഷൻ സിസ്റ്റം റിസീവ് ഡാറ്റ ആസ് ഇൻപുട്സ്. ഓർഗനൈസേഷനിലുള്ള എല്ലാ ഡാറ്റകളും നമ്മൾ കളക്ട് ചെയ്യും. ഈ ഡാറ്റയൊക്കെ നമ്മളുടെ ഇൻപുട്ടായിട്ട് സ്വീകരിക്കുകയും ആ ഇൻപുട്ടിനെ നമ്മളുടെ ഓർഗനൈസേഷനിലെ ഡാറ്റയൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള പ്രോസസ്സിങ് പ്രക്രിയകളിലൂടെയൊക്കെ കടത്തിവിട്ട് ആ ഓർഗനൈസേഷൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു സിസ്റ്റത്തിനെയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം, ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഇറ്റ്സ് യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. നമ്മൾ തീരുമാനമെടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയയാണ് ഒരു ഓർഗനൈസേഷനിൽ അക്കൗണ്ടിങ് വർക്ക് എന്നറിയപ്പെടുന്നത്. കാരണം ഈ അക്കൗണ്ടിങ്ങിലൂടെയാണ് നമ്മൾ ഓർഗനൈസേഷൻ്റെ എല്ലാ ഡാറ്റ, അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻപുട്ടായിട്ട് സ്വീകരിക്കുകയും ആ ഇൻപുട്ടിനെ നമ്മൾ കൃത്യമായിട്ട് പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ട്, ബിസിനസ്സിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ലോസ് ആയിരിക്കാം. ഈ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, നമുക്ക് നഷ്ടമുണ്ടോ, കൂടുതൽ ചിലവ് വന്നിട്ടുണ്ടോ, എത്രത്തോളമാണ് ചിലവ് വന്നിട്ടുള്ളത്, എത്രത്തോളം നമുക്ക് ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഔട്ട്പുട്ടാക്കി മാറ്റാൻ ഓർഗനൈസേഷനിലെ ഡാറ്റ ഉപയോഗിക്കുകയും ആ ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് ഔട്ട്പുട്ടാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു സിസ്റ്റം പ്രവർത്തിക്കുന്നുണ്ട്. ആ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് അറിയപ്പെടുന്നത്. So it's useful for decision making process in the organization, and accounting is also called the language of business. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ അറിയപ്പെടുന്നത്? ബിക്കോസ് ഒരു ഓർഗനൈസേഷൻ നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റുന്നത് ഈ അക്കൗണ്ടിങ് വർക്സിലൂടെ മാത്രമാണ്. ഒരു ഓർഗനൈസേഷൻ്റെ റിസൾട്ട് എന്താണ്, എത്രത്തോളം നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്, എന്താണ് അവിടെ നടക്കുന്നത്, എത്രത്തോളം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങളെയൊക്കെ കൃത്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അവിടെ കൃത്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള അക്കൗണ്ടിങ് വർക്ക് നടന്നിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഓർഗനൈസേഷനിൽ ഒരു ബിസിനസ് ലാംഗ്വേജ് ആയിട്ട് അക്കൗണ്ടിങ് എന്ന് അറിയപ്പെടുന്നത്. ഇനി അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വൺ ഓഫ് ദ ഫേമസ് പേഴ്സൺ ലൂക്ക പാസിയോളി ഇസ് ആൻ ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ. ഹി ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടൻസിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ലൂക്ക പാസിയോളി ഇസ് ആൻ ഇറ്റാലിയൻ മാത്തമാറ്റീഷ്യൻ. ഇദ്ദേഹമാണ് ആദ്യം മുതൽ 1446 മുതൽ 517 വരെയാണ് അയാളുടെ കാലഘട്ടം ഉണ്ടായിരുന്നത്. ഈ കാലഘട്ടത്തിനിടയിൽ അദ്ദേഹമാണ് അക്കൗണ്ടിങ് വർക്കിന് പ്രാരംഭം കുറിച്ചുകൊണ്ട് ഇത്തരം കണക്കുകൾ കാര്യങ്ങളൊക്കെ മാത്തമാറ്റിക്കലി ഇക്വേഷൻസ് രൂപപ്പെടുത്തുകയും അതിലൂടെ നമ്മളുടെ അക്കൗണ്ടിങ് എന്നുള്ള ഒരു സബ്ജക്റ്റിന് രൂപം കൊടുക്കുകയും ചെയ്ത വ്യക്തിയാണ് ലൂക്ക പാസിയോളി. ഇനി നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനേഷനിലേക്ക് പോകുമ്പോൾ one of the famous popular definition given by AICPA, American Institute of Certified Public Accountants, ഇവർ നൽകിയിട്ടുള്ള ഒരു ഫേമസ് ഡെഫിനിഷനാണ് അക്കൗണ്ടൻസിയെ കുറിച്ച് നമുക്ക് എപ്പോഴും പഠിക്കാനുള്ളത്. ഏത് കാലത്തും നമ്മൾക്ക് അത്യാവശ്യമായിട്ടും ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളുടെ അക്കൗണ്ടിങ് എന്നുള്ള പ്രോസസ്സ് എന്താണോ ആ പ്രോസസ്സിനെ ടോട്ടലായിട്ട് ഒറ്റ ഡെഫിനിഷനിൽ കൊണ്ടുവന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷനാണ് AICPA കൊടുത്തിട്ടുള്ളത്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. ദ ഡിഫൈൻ അക്കൗണ്ടിങ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിംഗ് in a significant manner, and in terms of money
transactions and events which are in part at least of a financial character and interpreting results thereof. Recording of transaction, classifying of transaction and summarization of transactions. What is transaction? ഒരു കമ്പനിയിൽ ഒരു ബിസിനസ് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് എന്ത് പറയാം, ഒരു ട്രാൻസാക്ഷനായിട്ട് അസ്യൂം ചെയ്യാം. ഇങ്ങനെ നടക്കുന്ന എല്ലാ ട്രാൻസാക്ഷനെയും റെക്കോർഡ് ചെയ്യുക, അത് ക്ലാസിഫൈ ചെയ്യുക, സമ്മറി എടുക്കുക, ഇതൊക്കെ അടങ്ങുന്ന ഒരു ആർട്ടിനെയാണ്, ഒരു കലയാണ് അക്കൗണ്ടിങ് എന്നറിയപ്പെടുന്നത്. സോ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ് ആൻഡ് സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി. കൃത്യമായിട്ടും ഈ കാര്യങ്ങളെയൊക്കെ റെക്കോർഡ് ചെയ്യണം, ക്ലാസിഫൈ ചെയ്യണം, സമ്മറൈസ് ചെയ്യണം. അതോടൊപ്പം ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന, ക്ലാസിഫൈ ചെയ്യുന്ന, ഈ സമ്മറി എടുക്കുന്ന ട്രാൻസാക്ഷൻ്റെ പ്രത്യേകത വിച്ച് ആർ ഇൻ ടേംസ് ഓഫ് മണി, പണത്തിൻ്റെ അളവിലായിരിക്കണം, അല്ലെങ്കിൽ മണി ട്രാൻസാക്ഷൻ ആയിരിക്കണം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ഇൻ ടേംസ് ഓഫ് മണി, ട്രാൻസാക്ഷൻസ് ആൻഡ് ഈവൻറ്റ്സ് വിച്ച് ആർ ഇൻ പാർട്ട് അറ്റ്ലീസ്റ്റ് ഓഫ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ. നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് പണത്തിൻ്റെ മൂല്യത്തിലുള്ളതായിരിക്കണം. അതോടൊപ്പം വിച്ച് ആർ ഇൻ പാർട്ട്, ഭാഗികമായിട്ടാണെങ്കിൽ പോലും പണത്തിൻ്റെ മൂല്യമുള്ളതിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, അക്കൗണ്ടൻസിയിൽ റെക്കോർഡ് ചെയ്യാനും ക്ലാസിഫൈ ചെയ്യാനും സമ്മറി എടുക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇൻ ടേംസ് ഓഫ് മണി, പണത്തിൻ്റെ മൂല്യമുള്ളതായിരിക്കണം. അറ്റ്ലീസ്റ്റ് ആ ട്രാൻസാക്ഷൻ പാർഷ്യലി എങ്കിലും ഫിനാൻഷ്യൽ പൊസിഷനിലുള്ള, ഫിനാൻഷ്യൽ ക്യാരക്ടറുള്ള, പണത്തിൻ്റെ മൂല്യം ഉളവാക്കുന്ന എന്തെങ്കിലും ട്രാൻസാക്ഷൻ ആയിരിക്കണം നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടത്. ആൻഡ് ഇൻറ്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് ദെയർ ഓഫ്. അതിനുശേഷം ഇത്തരം പണപരമായിട്ടുള്ള ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുകയും സമ്മറി എടുക്കുകയും അനാലിസിസ് നടത്തുകയും അതിൻ്റെയൊക്കെ ഔട്ട്പുട്ടിനെ കണ്ടുപിടിച്ച് അത് ആവശ്യമായിട്ടുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പ്രക്രിയക്കാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ ഡെഫിനിഷൻ ഗിവൺ ബൈ AICPA. Accounting is an art of recording, classifying, summarizing in a significant manner in terms of money, transactions and events which are in part at least of a financial character and interpreting the results thereof. Okay? ഇനി അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ പഠിച്ച ഒരാൾക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒന്നാണ് എന്ത്, അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ്. നമ്മൾ ആ ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈയിങ്, സമ്മറൈസിങ് എന്നുള്ളത് അല്ലേ. അതുതന്നെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻ എന്നറിയപ്പെടുന്നത്. ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യണം. അക്കൗണ്ടൻസിയിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യണം. ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്. ദെൻ ക്ലാസിഫൈയിങ് ഇസ് അനദർ ഫങ്ഷൻ, ഇസ് ക്ലാസിഫൈയിങ്. ഏതൊക്കെയാണ് നമുക്ക് കിട്ടാനുള്ള കണക്കുകൾ, ഏതൊക്കെയാണ് നമുക്ക് കൊടുക്കാനുള്ള കണക്കുകൾ, ഈ രീതിയിൽ ഓരോന്നിനെയും ഓരോ കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് വെക്കുന്നു. അതിനുശേഷം സമ്മറൈസിങ്, ഇതിൻ്റെ ഒരു സമ്മറി, എത്രത്തോളം കിട്ടാനുള്ള എമൗണ്ട് ഉണ്ട്. കുറേ ട്രാൻസാക്ഷൻ നമ്മുടെ കയ്യിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ ട്രാൻസാക്ഷൻ നമ്മൾ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്ത് തരംതിരിച്ച് മാറ്റി വെച്ചു. അതിൻ്റെ ഒരു സമ്മറി, ടോട്ടൽ എത്ര കൊടുക്കാനുണ്ട്, ടോട്ടൽ എത്ര കിട്ടാനുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു സമ്മറി നമുക്ക് ക്ലിയർ ചെയ്യുന്നു. അതിനുശേഷം അനലൈസിങ്, കൃത്യമായിട്ട് ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ അനാലിസിസ് നടത്തി അതിനെ ഇൻ്റർപ്രിട്ടേഷൻ നടത്തി ആ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആർക്കൊക്കെയാണോ ആവശ്യമുള്ളത് അവരിലേക്കൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അതിൻ്റെ റിസൾട്ട് കണ്ടുപിടിക്കുകയും ആ റിസൾട്ടിനെ ബിസിനസ്സിൽ കൃത്യമായിട്ട് നടപ്പിലാക്കുകയൊക്കെ ചെയ്യുന്ന പ്രവർത്തനമാണ് അക്കൗണ്ടിങ് എന്നറിയപ്പെടുന്നത്. സോ ഫങ്ഷൻസ് ഓഫ് അക്കൗണ്ടിങ് ഈസ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ, ക്ലാസിഫൈയിങ് ട്രാൻസാക്ഷൻ, സമ്മറൈസിങ് ട്രാൻസാക്ഷൻ, അനലൈസിങ് ദ ട്രാൻസാക്ഷൻ ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദി ട്രാൻസാക്ഷൻ. സോ ഇത്രയും കാര്യങ്ങളാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ദെൻ റെലവൻറ്റ് ആസ്പെക്ട്സ് ഓഫ് അക്കൗണ്ടിങ് എന്തൊക്കെയാണ്? നമ്മളൊരു അക്കൗണ്ടിങ് എന്ന് തുടക്കത്തിൽ പഠിക്കുന്ന സമയത്ത് അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ കൃത്യമായിട്ടും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ആസ്പെക്റ്റുകൾ ഏതൊക്കെയാണ്, റെലവൻറ്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3-4 കാര്യങ്ങളുണ്ട്. അതിനാണ് നമ്മൾ റെലവൻറ്റ് ആസ്പെക്ട് ഓഫ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് എക്കണോമിക് ഈവൻറ്റ്. എന്താണ് എക്കണോമിക് ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ? 2 തരത്തിലാണ് എക്കണോമിക് ഈവൻറ്റ് ഉള്ളത്. എക്സ്റ്റേണൽ ഈവൻറ്റും ഉണ്ട്, ഇൻറ്റേർണൽ ഈവൻറ്റും ഉണ്ട്. വാട്ട് ഈസ് എക്കണോമിക് ഈവൻറ്റ്? എക്കണോമിക് മീൻസ് അവിടെ എന്തുണ്ടായിരിക്കും? അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ആസ്പെക്റ്റ് ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, എക്കണോമിക് എന്ന് പറയുക. പണത്തിന് വേണ്ടി കൊടുക്കുന്നത് വാങ്ങുന്നതിനെയൊക്കെയാണ് നമ്മൾ എക്കണോമിക് എന്ന് പറയുക. അപ്പോൾ എക്കണോമിക് ഈവൻറ്റ് നമുക്ക് 2 തരത്തിലാണ് കാണാൻ പറ്റുക. എക്സ്റ്റേണൽ ഈവൻറ്റും ഉണ്ട് ബിസിനസ്സിൽ, ഇൻറ്റേർണൽ ഈവൻറ്റും ഉണ്ട് ബിസിനസ്സിൽ. എന്താ എക്സ്റ്റേണൽ ഈവൻറ്റ് എന്ന് പറഞ്ഞാൽ? ഞാൻ ആ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, പേയ്മെൻറ്റ് ഓഫ് വേജസ് ടു എംപ്ലോയീസ്. നമ്മൾ എംപ്ലോയീസിന് വേജസ് കൊടുക്കുകയാണെങ്കിൽ അത് എക്സ്റ്റേണൽ എക്കണോമിക് ഈവൻ്റ് ആണ്. അതല്ലെങ്കിൽ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം എ സപ്ലയർ. നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങും അല്ലേ, നമുക്ക് സപ്ലൈ ചെയ്യുന്ന ആളാണ് സപ്ലയർ. ആ സപ്ലൈയുടെ കയ്യിൽ നിന്ന് നമ്മൾ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് എന്താണ്? നമ്മൾ പണം പുറത്തേക്ക് കൊടുക്കുകയാണ് അല്ലേ, ദാറ്റ് ഇസ് എക്സ്റ്റേണൽ ഈവൻറ്റ്. സെയിൽ ഓഫ് ഗുഡ്സ് ടു എ കസ്റ്റമർ, ഒരു കസ്റ്റമർക്ക് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുകയാണ്. നമ്മുടെ പ്രൊഡക്റ്റ് എവിടേക്കാണ് പോകുന്നത്? പുറത്തേക്ക് പോവുകയാണ്. സോ ഇതൊക്കെ എക്സ്റ്റേണൽ ഈവൻറ്റാണ്. അതേസമയം ഇൻറ്റേർണൽ ഈവൻറ്റ് ഉണ്ട്. ഏതാ ഇൻറ്റേർണൽ ഈവൻറ്റ്?
വിത്തിൻ ദ ഇന്റേണൽ മീൻസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. ഇന്റേണൽ ഇവൻ്റ് ആകുമ്പോൾ അത് ഓർഗനൈസേഷനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഇവൻറ്റിനെയാണ് ഇന്റേണൽ ഇവൻറ്റ് എന്ന് പറയുക. ദെൻ വിത്തിൻ ദ ഓർഗനൈസേഷൻ അതിൽ പറയുന്നുണ്ട് ഇഷ്യൂ ഓഫ് റോ മെറ്റീരിയൽസ് ഫ്രം സ്റ്റോർ ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മൾ റോ മെറ്റീരിയൽസ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ സ്റ്റോറിംഗ് യൂണിറ്റിൽ നിന്ന് നമ്മൾ ഓരോ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കാണെങ്കിൽ അവിടേക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നമ്മൾ ഇത് കാര്യങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്നു, അല്ലെങ്കിൽ കൊടുക്കുന്നു, കൺവേ ചെയ്യുന്നു. സോ ഇതെന്താണ്? ഇന്റേണൽ ഈവൻ്റ് ആണ്. ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊടുക്കുകയാണ്. ഇതൊരിക്കലും എവിടെ പോകുന്നില്ല? ഓർഗനൈസേഷൻ്റെ പുറത്തേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് ഇതിനെ എക്കണോമിക് ഈവൻ്റ് ഇന്റേണൽ എന്ന് പറയുന്നത്. ദെൻ സപ്ലൈ ഓഫ് സ്റ്റേഷനറി ഐറ്റംസ് ടു ദ ഓഫീസ്. നമ്മൾ സ്റ്റേഷനറി ഒക്കെ വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആവശ്യാനുസരണം നമ്മൾ എന്ത് ചെയ്യുന്നു? അത് ഓഫീസിലേക്ക് എടുക്കുന്നു. ഇപ്പോൾ നമ്മൾ സ്റ്റേഷനറി എവിടെയാണ് നമ്മുടെ സ്റ്റേഷനറി ഹൗസ് ഉള്ളത്, അവിടെ നിന്ന് കൃത്യമായിട്ട് നമ്മൾ ആവശ്യമുള്ള സ്റ്റേഷനറിയൊക്കെ ഓർഗനൈസേഷൻ്റെ ഓഫീസ് റൂമിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ അതെന്താണ്? ഇന്റേണൽ ആണ്. അപ്പോൾ രണ്ട് രീതിയിലാണ് എക്സ്റ്റേണൽ എക്കണോമിക് ഈവൻറ്റും ഉണ്ട്, അതോടൊപ്പം ഇന്റേണൽ എക്കണോമിക് ഈവൻറ്റും നമുക്ക് കാണാൻ പറ്റും. ദെൻ രണ്ടാമത്തെ കാര്യം ഐഡൻറ്റിഫൈ, മെഷർ, റെക്കോർഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. വളരെ പ്രധാനപ്പെട്ട അക്കൗണ്ടിങ്ങുമായിട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഐഡൻറ്റിഫൈ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ട്രാൻസാക്ഷൻ അല്ലേ, ഈ ട്രാൻസാക്ഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം, മെഷർ ചെയ്യണം, റെക്കോർഡ് ചെയ്യണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇത് ഓർഗനൈസേഷന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താ ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞാൽ? നമ്മൾ ട്രാൻസാക്ഷൻ ഓരോ ഓർഗനൈസേഷനിൽ ഓരോ ദിവസവും ഒരുപാട് ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. ഇതിൽ കൃത്യമായിട്ടും മോണിറ്ററി ടേംസിലുള്ളത് ഏതാണ്, നോൺ മോണിറ്ററി ടേംസ് ഏതൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം അല്ലേ. എന്താ മോണിറ്ററി ടേംസ്? പണപരമായിട്ടുള്ള നഷ്ടങ്ങൾ, പണപരമായിട്ടുള്ള ലാഭങ്ങൾ, ഇതൊക്കെ ഉണ്ടാവും. ഇത്തരം കാര്യങ്ങൾ, പണത്തിൻ്റെ മൂല്യത്തിലുള്ള ട്രാൻസാക്ഷൻസ് ഏതൊക്കെയാണോ അതിന് കൃത്യമായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതോടൊപ്പം മെഷറിങ് ഇൻ ടേംസ് ഓഫ് മണി. എത്രത്തോളം പണം നമ്മൾ അതിനു വേണ്ടി ചിലവാക്കിയിട്ടുണ്ട്, എത്രത്തോളം പണം നമുക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, നമ്മളുടെ ചിലവ് കൂടുതലാണോ കുറവാണോ, ഒരു ട്രാൻസാക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിൻ്റെ എമൗണ്ട് ഓഫ് മണി നമ്മൾ എത്രയാണ് എക്സ്പെൻഡ് ചെയ്തിട്ടുള്ളത് തുടങ്ങി ആ പണത്തിൻ്റെ അനുപാതം എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് അളന്ന് കണ്ടുപിടിക്കുകയും ഇതിൽപ്പെട്ടതാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമാണ്. അതോടൊപ്പം റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ. നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു, അതിൻ്റെ മോണിറ്ററി ടേംസ് നമ്മൾ മെഷർ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിന് കൃത്യമായിട്ട് നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കണം. ഇത്ര രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ഇത്ര രൂപ നമുക്ക് കിട്ടാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നു. അതോടൊപ്പം കമ്മ്യൂണിക്കേറ്റ് ടു അതേഴ്സ്. ഇത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മറ്റു ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് അല്ലെങ്കിൽ മറ്റു ഓർഗനൈസേഷൻ്റെ മറ്റു ലെവലിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആവശ്യമുള്ള ആളുകൾ ആരൊക്കെയാണോ അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതാണ് രണ്ടാമത്തെ ആസ്പെക്റ്റ് പറയുന്നത്. 4 കാര്യങ്ങളാണ്: ഐഡൻറ്റിഫൈ, മെഷർ, റെക്കോർഡ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. ദെൻ മൂന്നാമത്തെ ആസ്പെക്റ്റ് ആയിട്ട് വരുന്നത് ഓർഗനൈസേഷൻ തന്നെയാണ്. എന്താ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ടാവും കമ്പനി, ബിസിനസ് എന്നൊക്കെ പറയും. നമ്മളുടെ ബിസിനസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. 2 രീതിയിലാണ് പ്രധാനപ്പെട്ട ബിസിനസ് ഓർഗനൈസേഷൻസ് നിലവിലുള്ളത്. ഐദർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർ ഫോർ നോട്ട് ഫോർ പ്രോഫിറ്റ്. 2 രീതിയിലാണ്. ഒന്ന് ഫോർ പ്രോഫിറ്റ്, അതല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ്. പ്രോഫിറ്റിന് വേണ്ടി, ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നിലനിൽക്കുന്ന ബിസിനസ്സുണ്ട്. അതോടൊപ്പം ലാഭം ലക്ഷ്യം വെക്കാതെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ മറ്റ് സോഷ്യൽ ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന സ്ഥാപനങ്ങളും ഉണ്ട്. അപ്പോൾ 2 രീതിയിലാണ് ഓർഗനൈസേഷൻ ഉള്ളത്. പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനും ഉണ്ട്, അതോടൊപ്പം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ, നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ നമുക്ക് നിലവിലുണ്ട്. ദെൻ ക്യാൻ ബി എ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, കോഓപ്പറേറ്റീവ് സൊസൈറ്റി, കമ്പനി ഓർ മുനിസിപ്പൽ കോർപ്പറേഷൻ. ഇനി ഓർഗനൈസേഷൻ പല രീതിയിലാണ് ഫോം ചെയ്യുക. ചിലപ്പോൾ ഒരാൾ മാത്രം. വാട്ട് ഈസ് സോൾ? സോൾ മീൻസ് എ സിംഗിൾ പേഴ്സൺ. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് മീൻസ് സിംഗിൾ ഓണർഷിപ്പ്. ഒരാൾക്ക് മാത്രം ഓണർഷിപ്പ് ഉള്ള ബിസിനസ് ഉണ്ട്. അതോടൊപ്പം പാർട്ട്ണർഷിപ്പ് ബിസിനസ് നമുക്ക് കാണാൻ പറ്റും. ദെൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, കുറേ ആളുകൾ കൂട്ടായി അവരുടെ ഒരു പൊതുവായിട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടി കോഓപ്പറേറ്റീവ് സൊസൈറ്റികൾ നിലവിൽ വരാം. കമ്പനി, മുനിസിപ്പൽ കോർപ്പറേഷൻ. കമ്പനി മീൻസ് ഒരുപാട് ആളുകൾ ഷെയർ വഴി ക്യാപിറ്റൽ കളക്ട് ചെയ്യുകയും അതോടൊപ്പം ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നതിനാണ് കമ്പനി എന്ന് പറയുക. അപ്പോൾ ഇതാണ് ഓർഗനൈസേഷൻ എന്നുള്ള ആസ്പെക്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. ദെൻ 4ാമത്തെ ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ ഇറ്റ് ഈസ് ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു കമ്മ്യൂണിക്കേറ്റ് ടു അതേഴ്സ്. നമ്മുടെ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഐഡൻറ്റിഫൈ ചെയ്ത, റെക്കോർഡ് ചെയ്ത, അനാലിസിസ് നടത്തിയ ട്രാൻസാക്ഷൻസിൻ്റെയൊക്കെ റിസൾട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആർക്കാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്? ആർക്കൊക്കെയാണ് ബിസിനസ് ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമുള്ളത്? അപ്പോൾ ആ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ് ആരൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ 4ാമത്തെ ആസ്പെക്റ്റിൽ പറയുന്നത്. ഇവിടെ നമുക്ക് 2 രീതിയിലുള്ള യൂസേഴ്സിനെ കാണാൻ പറ്റും. ഇൻറ്റേർണൽ ആയിട്ടുള്ള യൂസേഴ്സ് ഉണ്ട്, അതോടൊപ്പം എക്സ്റ്റേണൽ യൂസേഴ്സ് ഉണ്ട്. ആരാ ഇൻറ്റേർണൽ യൂസേഴ്സ്? നമ്മുടെ ബിസിനസ്സിനുള്ളിലുള്ള, കമ്പനിയുടെ ഉള്ളിലുള്ള, ഓർഗനൈസേഷനിൽ ഉള്ളിലുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് പറയുക? ഇൻറ്റേർണൽ യൂസേഴ്സ് എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ്, ഫിനാൻഷ്യൽ ഓഫീസേഴ്സ്, ബിസിനസ് മാനേജേഴ്സ്, പ്ലാന്റ് മാനേജേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ്സ്, സൂപ്പർവൈസേഴ്സ്, ഇവരൊക്കെയാണ് എന്ത്? ഇൻറ്റേർണൽ
യൂസേഴ്സ്. കാരണം ഇവർക്കൊക്കെ എന്ത് ആവശ്യമാണ്? ഇപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ആ പ്രൊഡക്ഷനിലേക്ക് വന്നിട്ടുള്ള കോസ്റ്റ് എത്രയാണെന്നുള്ള ആ ഒരു വിവരം അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ആ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വന്നിട്ടുള്ള ചിലവ് എത്രയാണ്, എത്രത്തോളം ചിലവാണ് അവിടുന്ന് നമുക്ക് വന്നിട്ടുള്ളത്, ആ ചിലവിന് എങ്ങനെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് മനസ്സിലാവണമെങ്കിൽ ഈ ഇൻറ്റേർണൽ യൂസേഴ്സിന്, ഈ പറഞ്ഞിട്ടുള്ള മാനേജേഴ്സിന് അല്ലെങ്കിൽ പ്ലാന്റ് മാനേജേഴ്സിന് അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ്സിന് നമ്മുടെ ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമാണ്. അപ്പോൾ ഇവരാണ് ഓർഗനൈസേഷൻ്റെ ഇൻട്രസ്റ്റഡ് യൂസേഴ്സ്, ദാറ്റ് ഇസ് ഇൻറ്റേർണൽ യൂസേഴ്സ് എന്നറിയപ്പെടുന്നത് ചീഫ് എക്സിക്യൂട്ടീവ്, അതായത് ബിസിനസ്സിൻ്റെ ഉള്ളിലുള്ള ആളുകൾ തന്നെ. രണ്ടാമത്തെ ഭാഗം എക്സ്റ്റേണൽ യൂസേഴ്സാണ്. എക്സ്റ്റേണൽ മീൻസ് ബിസിനസ്സിന് പുറത്തുള്ള ആളുകളാണ്. എന്നാൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ അവർക്ക് ആവശ്യമാണ്, അവരത് ഉപയോഗിക്കുന്നുണ്ട്, അത് അവർ സീക്ക് ചെയ്യുന്നുണ്ട്, അവരെപ്പോഴും അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ആരൊക്കെയാണ്? ഷെയർ ഹോൾഡേഴ്സ്, ഈ കമ്പനിയുടെ ഷെയർ വാങ്ങിയ ആൾക്കാർ അല്ലേ, കമ്പനി നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന അവർക്ക് അറിയണം. ക്രെഡിറ്റേഴ്സ്, ഗവൺമെൻറ് കൃത്യമായി ടാക്സ് ഒക്കെ കിട്ടണമെങ്കിൽ കമ്പനിയുടെ കാര്യങ്ങളെക്കുറിച്ച് അറിയണം. റെഗുലേറ്ററി, ട്രേഡ് യൂണിയൻ, സ്റ്റോക്ക് എക്സ്ചേഞ്ച്, കസ്റ്റമേഴ്സ്, ഇതുപോലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഔട്ട്സൈഡ് ഏജൻസിയാണ് ബിസിനസ്സിൻ്റെ, ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് ആവശ്യമുള്ള എക്സ്റ്റേണൽ യൂസേഴ്സ് എന്നറിയപ്പെടുന്നത്. ഇൻറ്റേർണൽ യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ ബിസിനസ്സിനുള്ളിലുള്ള ആളുകളാണ്, പക്ഷേ അവർക്ക് എന്ത് ആവശ്യമാണ്? ഈ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ആവശ്യമുണ്ട്, അവർ അത് സീക്ക് ചെയ്യുന്നുണ്ട്. അതേസമയം എക്സ്റ്റേണൽ യൂസേഴ്സ് മീൻസ് ഔട്ട്സൈഡ് ദ ബിസിനസ്സിന് പുറത്തുള്ള ആളുകളാണ്, എങ്കിൽ പോലും അവർക്ക് എന്ത് ആവശ്യമാണ്? അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അക്കൗണ്ടിങ് ഇൻഫർമേഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ആളുകളാണ്. അതാണ് എക്സ്റ്റേണൽ യൂസേഴ്സ് എന്നറിയപ്പെടുന്നത്. ഇൻറ്റേർണൽ യൂസേഴ്സും ഉണ്ട്, അതോടൊപ്പം എക്സ്റ്റേണൽ യൂസേഴ്സും ഉണ്ട്. സോ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു ചെറിയ ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലാക്കണമെന്ന് വിചാരിക്കുന്നു. ഒന്നാം വർഷ അക്കൗണ്ടൻസി പാഠഭാഗത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്നുള്ള പാഠഭാഗത്തിലെ വളരെ ചെറിയ കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. നമ്മൾ അക്കൗണ്ടിങ്ങിന് ഡെഫിനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ പ്രധാനപ്പെട്ട ഡെഫിനേഷനാണ്. ദാറ്റ് ഇസ് ഡെഫിനേഷൻ ഇസ് ഗിവൺ ബൈ AICPA, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ്. അവർ നൽകിയിട്ടുള്ള ഡെഫിനേഷൻ നമ്മൾ പറയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ഫങ്ഷൻസ്, അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് നമ്മൾ പ്രതിപാദിച്ചു. അതോടൊപ്പം ഏറ്റവും അവസാനമായിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ വളരെ പ്രധാനപ്പെട്ട 4 ആസ്പെക്റ്റുകളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. ഇത്രയും നേരം ഈ ക്ലാസ് കേട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് നിലവിലുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും നമ്മൾ അടുത്ത വീഡിയോയിൽ അടുത്ത ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.